ഇറ്റ്സ് മീ ജാതി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിതാ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിടാം. നമുക്ക് ജനലൊക്കെ തുറന്നിടുമ്പോൾ ഒരു ഉന്മേഷമാണ്. അപ്പം ഇതാ വലിയ അടുക്കളയിലേക്ക് ജനലൊന്ന് തുറന്നിടുകയാണ്. അപ്പോൾ ഗൈസ് ഇതാ ജനലൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ അടുക്കളയിൽ പോയി അതിൻ്റെ ആ ജനലോടെ നമുക്കൊന്ന് തുറന്നിടാം. നമുക്ക് ഈ ജനലൊക്കെ തുറന്നിടുമ്പോൾ നല്ലൊരു ഉന്മേഷമാണ് ഗൈസ്. ഇനി നമുക്ക് ഗ്രീൻ ടീക്കുള്ള വെള്ളം ഗ്യാസിൽ വെക്കാവേ. വെള്ളം ചൂടാവുകയാണ് ഗൈസ്. ഇനി അതിലേക്ക് നമുക്ക് ഗ്രീൻ ടീയുടെ ലീഫ് ഇട്ട് കൊടുക്കാം, ഇല. ഗ്രീൻ ടീ ഇവിടെ സെറ്റ് ആവുകയാണ്. നമുക്ക് രാവിലെ തന്നെ ഒരു ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നല്ല ഉന്മേഷമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല ചൂടുള്ള ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഹാളിൽ പോയി ഹാളിൽ അതൊക്കെ ഒന്ന് തുറന്നിടാവേ. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഒന്ന് തുറക്കുവാണ്. നമുക്ക് അപ്പുറത്തേടെ ഒന്ന് തുറക്കാം. ഇന്ന് രാവിലെ പുട്ടും ഇന്നലത്തെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പം നമുക്ക് പുട്ടിന് വേണ്ടിയുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് ചൂടാക്കാവേ. അപ്പോൾ ഗൈസ് വെള്ളം ചൂടാവുകയാണ്. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമുക്ക് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. വെള്ളത്തിലോട്ട് അരിപ്പൊടി ഇട്ട് നമ്മൾ ഒറോട്ടിക്ക് ഇതാക്കുന്നത് പോലെ അങ്ങോട്ട് ഇതാക്കണം. നമുക്ക് അരിപ്പൊടി ഇടാം. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം സ്പൂൺ വെച്ച്, നമ്മൾ ഒറോട്ടിക്ക് ഇതാക്കുന്ന പോലെ. ഗൈസ് ഇങ്ങനെ ഒന്ന് കിട്ടാം. അപ്പോൾ ഗൈസ് നമുക്കിനി ഇതിൻ്റെ ചൂട് മാറുമ്പം മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കണം. അപ്പോൾ ഗൈസ് നല്ലതുപോലെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കണം. അപ്പം നമുക്ക് നല്ല തരി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഗൈസ് അപ്പം നമുക്ക് നല്ല പുട്ടിനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഗൈസ് നമുക്ക് ആ പാത്രത്തിലോട്ട് ഇട്ട് നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചത് ഗൈസ് നമ്മുടെ പുട്ടുപൊളി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തേങ്ങയൊന്ന് ചിരകിയെടുക്കാം. പിന്നെ നമ്മുടെ അപ്പുറത്ത് തന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പുട്ടുപറ്റിക്കകത്ത് പുട്ടുപൊടി ഇട്ടിട്ട് ഒന്ന് അങ്ങനെ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചൂട് പുട്ടും നമ്മൾ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നല്ല അടിപൊളി പുട്ടാണ്. നല്ല സോഫ്റ്റാണ് ഈ പുട്ട് കഴിക്കാൻ, സോഫ്റ്റ് പുട്ട്. അപ്പോൾ ബൈ, ലൈക്ക് ഷെയർ.